ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് കണ്ടേക്കുന്ന കുറച്ച് എപ്പിസോഡായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കാണുവാണ് സാരീസ് ഡിസ്പ്ലേസും അതുപോലെ തന്നെ ചുരിദാറിന്റെ ഡിസ്പ്ലേ ഒക്കെ. അപ്പോൾ ഇന്ന് അതിൽ നിന്ന് വേറിട്ട് ഇന്ന് നമ്മൾ ഒരു ട്യൂട്ടോറിയൽ ആണ് കാണുന്നത്. ട്യൂട്ടോറിയൽ നമ്മൾ തയ്ക്കുന്നത് ഒരു സിൽക്കി കോട്ട സാരിയിലാണ്. തയ്ക്കുന്ന സ്റ്റിച്ച് കടായി കമ്മലാണ്. ഇപ്പോൾ കടായി കമ്മലിന്റെ ഒരു പുതിയ പാറ്റേൺ ആണ്. ഇതിനു മുമ്പ് ഒരു പാറ്റേൺ കാണിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വേറിട്ട ഒരു പുതിയ ഡിസൈൻ ആണ് ഇതിൻ്റെ അകത്ത് തയ്ക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൽ ഈ ഒരു ഡിസൈൻ തയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ചില ആൾക്കാരൊക്കെ വീഡിയോയിൽ പിന്നെയും കമൻറ്റ് ബോക്സിൽ ഡൗട്ടായിട്ട് ചോദിക്കുന്നത്. ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പിന്നെയും ഡൗട്ടായിട്ട് ചോദിക്കുക. അപ്പം നിങ്ങൾ ഫുൾ ലെങ്ത് വീഡിയോ കാണുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഫുൾ ലെങ്ത് വീഡിയോ ഇരുന്ന് കാണുക. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ പുതിയ പാറ്റേൺ കടായി കമ്മൽ എങ്ങനെയാണ് തയ്ക്കേണ്ടത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ ഒരു കടായി കമ്മലിൻ്റെ തന്നെ വേറൊരു പാറ്റേൺ. കടായി കമ്മൽ നേരത്തെ ഞാൻ കാണിച്ചിരുന്നത് വ്യത്യസ്തമായ ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. അപ്പോൾ ഇതാണ് ഡിസൈൻ പാറ്റേൺ. ഇങ്ങനെ വരുന്ന ഡിസൈനാണ്, ഒരു ബഡ് പോലെയാണ് നമ്മുടെ ഡിസൈൻ പാറ്റേൺ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മറ്റ് നോർമലി നമ്മൾ തയ്ക്കുന്ന കടായി കമ്മലിൽ വെച്ച് നോക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻസ് തയ്ക്കുന്നത് കുറവായിരിക്കും. ഇവിടെ 1 2 3 4 സ്ട്രെയിറ്റ് ലൈൻസ് തയ്ച്ചിട്ടാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. നല്ല ഭംഗിയിൽ വരും ഈ ഒരു പാറ്റേൺ തയ്ച്ചു വരുമ്പോൾ. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ നമ്മൾ ഫുൾ ബോർഡറിലും തയ്ച്ച് നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ നമ്മൾ ഇന്ന് ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്ന സാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിൽക്കി കോട്ട സാരിയാണ്. ഇതിൻ്റെ കളർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാർക്ക് ഓഷ്യൻ ഗ്രീൻ കളറാണ് ഇതിൻ്റെ സാരിയുടെ കളറ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ യൂസ് ചെയ്യുന്ന ത്രെഡ് പേൾ കോട്ടൺ ത്രെഡാണ്. നമുക്ക് ആങ്കറിൻ്റെ ത്രെഡ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് പേൾ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓറഞ്ച് കളറും ഡാർക്ക് ഒലീവ് ഗ്രീനുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഞാൻ തയ്ക്കുന്നത്. ഇത് പേൾ കോട്ടൺ ത്രെഡ് ഈ ഒരു ത്രെഡായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്, രണ്ടെണ്ണം ആക്കിയിട്ടില്ല. ഇങ്ങനെ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തയ്ച്ചു തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് സ്റ്റെം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സ്റ്റെം തയ്ക്കാൻ നേരത്ത് ഇവിടെ ഇതാണ് സ്റ്റെമ്മ് വരുന്നത്. ഈ സ്റ്റെമ്മ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് തന്നെയാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഓൾറെഡി മെറ്റീരിയൽ ഒരു ഓഷ്യൻ ഗ്രീൻ കളർ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് വേറെ ലൈറ്റ് ഗ്രീൻസ്, ഒന്നെങ്കിൽ നല്ല ഫ്ലൂറസൻ ഗ്രീൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഡാർക്ക് ഷെയ്ഡ് ഗ്രീൻ ആയാലാണ് ഒരു എടുപ്പുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒട്ടും കാണാൻ പറ്റില്ല. ബാക്കിയുള്ള നോർമൽ ആങ്കർ ത്രെഡിലുള്ള ഡാർക്ക് ഗ്രീൻസ് ഒന്നും ഇതിൻ്റെ അകത്ത് പോകത്തില്ല. ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ലൈറ്റ് തീരെ ഇളം പച്ച, അങ്ങനെ ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ, അതൊക്കെയാണ് ഈ ഒരു കളർ മെറ്റീരിയലിന് മാച്ച് ചെയ്യുള്ളൂ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റെം സ്റ്റിച്ച് നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. ഇനി സ്റ്റെം സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞിട്ട് ഈ ബ്രാഞ്ചസിൽ നമ്മൾ തയ്ക്കുന്നത് ഫ്ലൈ സ്റ്റിച്ചാണ്. അപ്പോൾ ഫ്ലൈ സ്റ്റിച്ച് തയ്ക്കണമെങ്കിൽ ഇവിടുന്ന് ഫ്ലൈ സ്റ്റിച്ച് എപ്പോഴും ടിപ്പിൽ നിന്ന് വേണമല്ലോ സ്റ്റാർട്ട് ചെയ്യാൻ, ഇവിടുന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ വലിച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് കാണും. അതുകൊണ്ട് ഇവിടെ ഈ ഒരു സ്റ്റെം തയ്ച്ചിട്ട് നോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമുള്ളൂ. അപ്പോൾ നമുക്ക് നോട്ടിടാം. ഇപ്പം നോട്ട് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം. ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലൊക്കെ ആയതുകൊണ്ട് ഈ എതിലേക്കൂടെയാണോ നമ്മൾ തയ്ച്ചു വന്നിരിക്കുന്നത് അവിടെ തന്നെ കുത്തിയെടുക്കുക. എന്നിട്ട് വേണം നോട്ടിടാൻ, അല്ലെങ്കിൽ അപ്പുറത്തെ വശത്ത് കാണും. ഫ്രെയിമിനോട് ചേർന്നിരിക്കുന്ന കാരണം എടുക്കാനായിട്ട് സൂചി വലുതായതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. സൂക്ഷിച്ച് വേണം. ഒരു വട്ടം തുണിയായിട്ട് എടുത്താൽ മതി, ബാക്കിയുള്ളത് ത്രെഡിൻ്റെ മേളിൽ ഉടക്കി എടുത്തേച്ചാലും മതി. നല്ലോണം 2 വട്ടം ഞാൻ നോട്ടിട്ടിട്ടുണ്ട്. വേണമെങ്കിൽ 2 3 വട്ടം നമുക്ക് നോട്ടിടാവുന്നതാണ്. ഒത്തിരി ഇങ്ങനെ കൂടി വന്നിട്ട് ഇങ്ങനെ പുറകിൽ വല്ലാതെ ഇരിക്കരുത് നോട്ടിട്ടിട്ട്. ഇനി നമുക്ക് ഫ്ലൈ സ്റ്റിച്ചാണ് തയ്ക്കേണ്ടത്. നമുക്ക് ഫ്ലൈ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടിപ്പിൽ നിന്ന് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്.
ടിപ്പിൽ നിന്ന് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടം വരെ എടുത്തു. ഇനി ഇവിടെ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് എടുത്ത് അപ്പുറത്തെ സൈഡിൽ ആ സെയിം ലെവലിൽ എടുത്തിട്ട് ഇങ്ങനെ എടുക്കുക, വി പോലെ. ഇതാണ് ഫ്ലൈ സ്റ്റിച്ച്. ഇത് കുറച്ച് നീട്ടി വേണം താത്താനായിട്ട്. അടുത്ത എവിടെയാണ് ലീവ്സ് വരുന്നതെന്ന് വെച്ചാൽ അവിടെ അങ്ങനെ വേണം തയ്ക്കാനായിട്ട്. ഇനി ഇവിടെ വി പോലെ തയ്ക്കുക. അടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ച് തയ്ക്കുക. ഒത്തിരി ലീവ്സ് ആയാൽ കുറച്ച് വൃത്തികേടാവുമെന്ന് തോന്നിയത് കൊണ്ടാണ് അകത്തി ഞാൻ തയ്ക്കുന്നത്. ഇതുപോലെ അകത്തി ഇതും ഫ്ലൈ സ്റ്റിച്ചും നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്ലൈ സ്റ്റിച്ച് തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കടായി കമ്മലാണ്. ഇതുപോലെ ബാക്കിത്തെ 2 ബ്രാഞ്ചസും തയ്ക്കണം. ഇപ്പോൾ നമുക്ക് ആദ്യം കടായി കമ്മൽ തയ്ച്ചു കഴിഞ്ഞിട്ട് ബാക്കിത്തെ 2ഉം തയ്ക്കാം. ഇനി നമ്മൾ കടായി കമ്മൽ പാറ്റേണാണ് നമ്മൾ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാറ്റേൺ കാണുമ്പോൾ അറിയാം ഇതിങ്ങനെ വളഞ്ഞാണ് വരുന്നത്, ഇങ്ങനെ വളഞ്ഞാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ എന്താ പറ്റണത്, ഇത് എല്ലാ മെറ്റീരിയലത്തെയും കാര്യമല്ല, ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൽ ഈ ഒരു പാറ്റേൺ എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്നാണ് ഞാൻ കാണിച്ചിരുന്നത്. ട്രാൻസ്പെറൻറ്റ് അല്ലാത്ത മെറ്റീരിയലിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും, ഈ ടിപ്പിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നിന്നായാലും സ്റ്റാർട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൽ ഈ താഴെ നിന്ന് ബേസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇവിടെ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുത്തുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴത്തുനിന്ന് നമ്മൾ കുത്തിയെടുക്കുന്നു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എവിടെയാണെന്ന് വെച്ചാൽ ഈ പോയിന്റിലോട്ടാണ് താത്തുന്നത്. അപ്പോൾ അവിടെ നമ്മൾ താത്തുന്നു, ഈ പോയിന്റിലോട്ട് താത്തുന്നു. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ താത്തുന്നു, ഇവിടെ നിന്ന് എടുത്ത് ഇവിടെ താത്തുന്നു. അങ്ങനെ നമ്മൾ 4 ലൈൻസ് തയ്ക്കണം. എന്നിട്ട് 1.5 വെട്ടം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് തയ്ച്ച് കഴിയുമ്പം ഈ ത്രെഡ് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ വരും, ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമുക്കിത് കാണാം, താഴത്തെ ത്രെഡ് പാസ് ചെയ്തേക്കുന്നത് നല്ല ക്ലിയർ ആയിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മേളിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ തയ്ച്ച് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ എഫോർട്ട് എടുത്തതിൻ്റെ ഒരു ഭംഗിയും കാണത്തില്ല, ആ ഫിനിഷിങ് കിട്ടത്തില്ല. ആ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ആ ത്രെഡ്, ഇപ്പോൾ ഇത് ഒരു പെറ്റൽ തയ്ക്കുമ്പോൾ ഈ സൈഡിൽ തയ്ക്കുമ്പോൾ വീണ്ടും ഇതുവരെ തന്നെ ഒരു ലൈനും കൂടെ വരും. ഇപ്പോൾ 2 ഓറഞ്ച് ത്രെഡ് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതൊരു ഭംഗിയായിട്ടിരിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ഒരിക്കലും ബേസിൽ നിന്ന് ഇതുപോലെ തയ്ച്ച് തുടങ്ങരുത്. ബേസിൽ നിന്നല്ല, ടിപ്പിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അതൊരു ഇങ്ങനത്തെ വർക്ക്, ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിൽ ഇതൊരു ടിപ്പാണ്, നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടുന്ന ഒരു ടിപ്പാണ്. വൃത്തിയായിട്ട് തയ്യലിരിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഞാനെപ്പോഴും അപ്പോൾ ഞാൻ പറയുന്നത് ടിപ്പിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ടിപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടിപ്പിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുന്നു. അടുത്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് വരുന്നത് ഇവിടെയാണ്, ഈ ലൈൻ. ഇവിടെ നിന്ന് വീണ്ടും ബേസിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ്. അങ്ങനെ 4 സ്റ്റെപ്സാണ് ഇതിനുള്ളത്. ഇപ്പോൾ 4 സ്റ്റെപ്സ് നമ്മൾ തയ്ച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു സൈഡിൽ എടുക്കുന്നു. ഇതിൻ്റെ സൈഡിൽ തന്നെ ഈ സൈഡിലോ ഏത് സൈഡിൽ വേണമെങ്കിലും നമ്മൾ എടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് എന്ന് വെച്ചാൽ അവിടെയാണ് താത്തിയേക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ പൊക്കിയിട്ടുണ്ടെങ്കിൽ നൂല് ഊരിപ്പോരും. അപ്പോൾ ഈ സൈഡിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി ഓൾട്ടർനേറ്റ് ത്രെഡ്സിൻ്റെ മേളിൽ കൂടെ പോകുന്നു. അപ്പോൾ ഇതിൻ്റെ മേളിൽ കൂടെ, ഇതിൻ്റെ താഴത്തേക്കൂടെ, പിന്നെ മേളിൽ കൂടെ, ഇതിൻ്റെ താഴത്തേക്കൂടെ, ഇങ്ങനെ നമ്മൾ പാസ് ചെയ്യുന്നു. നേരെ ഓപ്പോസിറ്റ്, ഇപ്പോൾ ഇതിൻ്റെ മേളിൽ, ഇതിൻ്റെ താഴെ, അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പോരുന്നു. അങ്ങനെ ഇത് ഫുള്ളും നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ല് ചെയ്യുമ്പം നമ്മളിങ്ങനെ വലിക്കുമ്പോൾ ആദ്യം ഇതിങ്ങനെ ഒരുമിച്ചിരിക്കത്തില്ല. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് ഒരുമിച്ച് കൂടിയിരിക്കത്തുള്ളൂ.
കണ്ടോ, ഇത് വളഞ്ഞ് വളഞ്ഞ് വരുന്നത് കണ്ടോ, വലിക്കുമ്പോഴേ ഇതിങ്ങനെ ത്രെഡ് വളഞ്ഞു വരും. ഇപ്പം നമ്മൾ ഫുൾ എല്ലാ ലെഗ്സും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെയും 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 ഇനി ഈ ഒരു ലെഗ് മാത്രമേ ഉള്ളൂ. ആ ലെഗിന് നമ്മളിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഓവർലാപ്പ് ചെയ്ത് വരാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓവർലാപ്പ് ചെയ്ത് വരരുത്. ഓവർലാപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഒരു തടിപ്പ് വരും. അപ്പോൾ അത് കാണാനൊരു ഭംഗിയുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഈ ഒരു സൈഡ് തയ്ച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ സൈഡും തയ്ക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണെങ്കിൽ ബേസിൽ നിന്ന് തുടങ്ങരുത്, ടിപ്പിൽ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാൻ. പിന്നെ ഇവിടെ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് തയ്ച്ചു പോകുക. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ആകുമ്പോൾ ഇതിന് ഈ ഒരു സിംഗിൾ ത്രെഡിന് നമ്മൾ റൗണ്ട് ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ത്രെഡ് ചുറ്റിച്ചുകൊണ്ടിരിക്കുമ്പം ഓവർലാപ്പ് ചെയ്ത് വരരുത്. ഓവർലാപ്പ് ചെയ്ത് വന്ന് വൃത്തികേടാവും. പിന്നെ ഏറ്റവും അവസാനം താഴത്തോട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ തയ്ച്ച് തീർക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്നു. ഇവിടുന്ന് ഇതുപോലെ തന്നെ 4 സ്റ്റെപ്സ് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇവിടെ വരുമ്പം നമുക്ക് ഇതിൻ്റെ മേളിൽ കൂടിയാണ് തയ്ച്ചു പോണത്. അപ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കുക, ഇതിൻ്റെ അകത്ത് കൊള്ളാണ്ട് ആ ത്രെഡിൽ മാത്രം ചുറ്റിയായിട്ട് തയ്ച്ചു വരിക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട, ഈ ഒരു സ്റ്റിച്ചിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോയാൽ ത്രെഡ് വലിച്ചേക്കുന്ന ഇത് വരും. ഇപ്പം ഞാനിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ത്രെഡ് പാസ് ചെയ്ത് വരും. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ നോട്ടിട്ട് കഴിഞ്ഞിട്ട് വേണം അടുത്ത പെറ്റൽ തയ്ക്കാൻ പോകാനായിട്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് നോട്ടിടണം. അപ്പോൾ നോട്ടിടുമ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ത്രെഡും കാണത്തില്ല. അപ്പോൾ നമ്മൾ ഈ ലൈൻ, നമ്മൾ തയ്ച്ചു പോയ ഈ ലൈനിൻ്റെ അവിടെ തന്നെ തുണി നമ്മൾ ക്ലോത്ത് എടുക്കുക. അപ്പം ത്രെഡായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട, ക്ലോത്ത് മാത്രമായിട്ട് എടുക്കുക. ഇങ്ങനെ അവിടെ മേളിലുള്ള ത്രെഡിൽ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ എടുത്തിട്ട് നോട്ടിടുക. അപ്പോൾ തുണിയായിട്ട് ഒരു വട്ടം എടുത്തു. ഇനി ഈ പൊള്ള പാസ് ചെയ്ത ത്രെഡിലിൻ്റെ മേളിൽ ഒന്നുകൂടെ നമുക്ക് നോട്ടിടാം. അപ്പോൾ ഇതുപോലെ ബാക്കിയത്തെ സൈഡ്, ഇപ്പോഴത്തെ സൈഡ് നമുക്കിതുപോലെ തന്നെ തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാറ്റേൺ തയ്ച്ചു കഴിഞ്ഞ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. 2 സൈഡിൽ നിന്നും ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു ബഡ് പോലെ ഇരിക്കുന്ന ഒരു ഡിസൈനിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്രാഞ്ചസ് എല്ലാം നമ്മൾ ഫ്ലൈ സ്റ്റിച്ചും സ്റ്റെം സ്റ്റിച്ചും വെച്ചിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ ഇത് ബോർഡർ ഡിസൈനായിട്ട് കണ്ടിന്യൂസ് ഫുൾ സാരിയിലും ഇതുപോലെ ഓരോരോ ഡിസൈൻ വെച്ച് തയ്ച്ചിട്ടുണ്ടെങ്കിൽ ബോർഡർ പാറ്റേൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ല ചില ഭാഗത്ത് മാത്രം വേണമെങ്കിൽ അങ്ങനെയാണെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് തടിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ബെഡ്ഷീറ്റിലൊന്നും ഇത് ബോർഡർ പാറ്റേൺ ആയിട്ട് തയ്ക്കാൻ പറ്റത്തില്ല.
അല്ലാണ്ട് സാരീസിലും ചുരിദാറിലൊക്കെ തയ്ക്കാൻ പറ്റിയൊരു പാറ്റേൺ ആണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ഞാൻ വീഡിയോയുടെ അവസാനം ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ടിപ്പൊക്കെ പറഞ്ഞു തന്നത് ഓർത്തിരുന്ന് തയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ ഇടാവുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.